എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിന്ദു ടെറസ് ഫാമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ടെറസിൽ വന്ന് നമ്മുടെ രണ്ടാമത്തെ കുമ്പളങ്ങ പറിക്കാറായിട്ടുണ്ട്. ഇത് വെള്ളപ്പൊടി ഇതുണ്ട്. ഈ വെള്ളപ്പൊടി വന്നു കഴിഞ്ഞാൽ അത് വിളഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാലും നല്ല വിളവായിട്ടുമില്ല. ഇനിയും വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കിടക്കാം. പക്ഷേ നമ്മൾ ഇന്ന് പറിക്കാൻ പോകുന്നത് കുരങ്ങ് ഓരോ പരിസരത്തൊക്കെ വരാൻ തുടങ്ങി നമുക്കൊരു അറിവ് കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചേക്കാൻ അതായിരിക്കും നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുമ്പളങ്ങ പറിച്ച് അവർ നശിപ്പിച്ചിട്ട് പോയി, താഴെ ഇട്ടിട്ട് പോയി കളയും പൊട്ടിച്ച്. അതുപോലെ തന്നെ 1-2 പടവലങ്ങയുണ്ട് പറിക്കാൻ. അപ്പോൾ നമുക്ക് അതും പറിക്കാം. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടുന്നത്. ഇപ്പം വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നമ്മുടെ കുമ്പളങ്ങ പറിക്കണമെന്ന് ഇച്ചിരി പാടാണ്, താങ്ങാൻ ഒരു കൈ കൊണ്ട്. നമ്മുടെ കുമ്പളങ്ങ ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടായ കുമ്പളങ്ങ കേട്ടോ. അല്ല, രണ്ടാമതുണ്ടായത്. ആദ്യം ഉണ്ടായത് നമ്മൾ ഒരെണ്ണം പറിച്ചു. ഇത് രണ്ടാമതുണ്ടായപ്പോൾ നമ്മുടെ കുമ്പളങ്ങയാണ്. ഇനി ഇതിനകത്ത് കിടപ്പുണ്ട് ഒരെണ്ണം കൂടെ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പറിച്ചു. വെയിറ്റ് ഉണ്ട് നല്ലേ, ഇനി വലിയൊരു 5-8 കിലോ കാണുമായിരിക്കും. അപ്പോൾ ഇത് കുരങ്ങിന് കൊടുക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മളിന്ന് വന്നു. നല്ല മഴക്കാർ, എന്നാലും ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇത് കണ്ടോ, നമ്മൾ കാണാതൊരു പടവല്ലെങ്കിൽ അവിടെ കിടന്നായിരുന്നു. അതിനെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോൾ അതങ്ങ് ഒടിഞ്ഞ് കയ്യിലോട്ട് പോകുന്നു. നമ്മൾ കാണാതെ കിടന്നു. അത് ഇവിടെ നമുക്ക് പടവലങ്ങ ഒരെണ്ണം, ഒരെണ്ണം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മൂടിയിട്ടേക്കും. ഇത് നമ്മൾ ആദ്യം പറിച്ച പോലത്തെ അല്ല കേട്ടോ. ഇത് ഇച്ചിരി നീളം വയ്ക്കുന്ന ടൈപ്പിലാണ്. ഇത് ഈ പടവലങ്ങ വേറൊരു ടൈപ്പാണ്. കാരണം നമ്മൾ ആദ്യം പറിച്ചാൽ ഉണ്ടപ്പടവലങ്ങയായിരുന്നു. ഇത് കണ്ടോ, ഇത് നീളപ്പടവലങ്ങ കണ്ടോ. ഇതിപ്പോൾ ആയിട്ടില്ല. ഇത് ഈ ബക്കറ്റിനകത്ത് നിൽക്കുന്ന ചുവടാണ്, ഈ പെയിൻറ്റ് ബക്കറ്റിനകത്ത് നിൽക്കുന്ന ചുവടാണ്. മറ്റേ നമ്മുടെ ഉണ്ടപ്പടവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രമ്മിനകത്ത് നിൽക്കുന്ന ഈ വണ്ണമുള്ള ചുവടാണ്, ആ പടവലത്തിൻ്റെ ചുവട്. അതാണ് ഉണ്ടപ്പടവലം. ഇതെല്ലാം നീളം വയ്ക്കുന്ന ടൈപ്പാണ്. ഇത് കണ്ടത് ഇവിടെ ഇവിടെ ഒരു 2 എണ്ണം ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, അതൊക്കെ കുഞ്ഞാണ്, ഇപ്പോൾ പറിക്കാറായിട്ടില്ല. നമുക്ക് അപ്പുറം ഉണ്ട് 2 എണ്ണം പറിക്കാനായിട്ട്. ഇതും വേണം, ഇതും പറിക്കാം. നമ്മൾ ഇവിടുന്ന് 2 എണ്ണം പറിച്ചു. ഒരെണ്ണം ഇവിടെ പാമ്പ് പോലെ ചുറ്റിൻ്റെ മേളിൽ ഇരിക്കും. അത് നമുക്ക് എങ്ങനെ പറിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് ഇത് പാമ്പ് പോലെ വേണ്ടിയിരിക്കുന്നത്. പടവലങ്ങ കിടക്കുന്നു, ആയിട്ടില്ല, അത് കുഞ്ഞതാണ്. വളഞ്ഞങ്ങ് കിടക്കുന്നു. അത് കല്ല് കെട്ടിയിടാനൊന്നും നമുക്ക് എത്തത്തില്ലായിരുന്നു, അതിൻ്റെ മണ്ടയ്ക്കാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വലുതായി വരും. ഇനിയിപ്പോൾ 3-4 എണ്ണം ആ ചൂടയിൽ എല്ലാം ആയത്. ഇത് പിന്നെ ഇതായിട്ടില്ല. ഇത് നമ്മുടെ ഉണ്ടപ്പടവലത്തിൻ്റെ ടൈപ്പാണ്, അതായിട്ടില്ല. നമുക്കിനി അപ്പുറം നിന്ന് പറിക്കാം. ഞാൻ ഇവിടെ 2 പടവലങ്ങയുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ തുണി കെട്ടിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറം ടെറസിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതെന്തോ എന്നോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ഇന്ത്യക്കാർ. അതിന് ഞാൻ അവിടെ തുണി കെട്ടി മൂടിയിട്ടേക്കുമായിരുന്നു. ഇത് വിളഞ്ഞ് കിടക്കും, നമുക്കത് പറിക്കാം. കണ്ടോ, ഇവിടെ ഒരെണ്ണം കൂടെ. നമ്മൾ 2 എണ്ണം ഇവിടുന്ന് പറിച്ചു. ഇത് നമ്മുടെ ഉണ്ടപ്പടവലം, അതിൻ്റെ ഈ പമ്മി നിൽക്കുന്ന ചൂടാണ്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആകട്ടെ. ഇതിന് തോരൻ വെച്ചിട്ടും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇത് നാടനാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഭൂമിപ്രിയയുടെ വിത്ത് കൊണ്ടുവന്ന് പാകിയതായിരുന്നു. ഏതായാലും ഇപ്രാവശ്യം ഇഷ്ടംപോലെ പടവലങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പടവലങ്ങയും കുമ്പളങ്ങയും പറിച്ചു. ഈ പടവലങ്ങ നമ്മൾ ഇതിന് വിത്തിന് വേണ്ടി ഇട്ടേക്കുവാണ്. കാരണം നമുക്ക് വിത്തിനും വേണമല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനടുത്ത് ഇത് പറിക്കുന്നില്ല, ഇത് അവിടെ കിടന്ന് പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക. നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഇട്ടിരിക്കുക. കുരങ്ങ് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിത്തെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ നമ്മുടെ ഈ ഉണ്ടപ്പടവലത്തിൻ്റെയാണ്. ആയി വരുന്നേ ഉള്ളൂ, കുഞ്ഞതായി കിടക്കട്ടെ. 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ പാവലയിലുണ്ടായ പാവയ്ക്ക എല്ലാം ഉണ്ടല്ലോ, ഏകദേശം എല്ലാം പുഴുവെടുത്ത് പോയി. ഒരെണ്ണം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാം നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് പുഴുക്കളായിരിക്കും. എന്താ അത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് ഒരു കുമ്പളം അവിടെ കിടപ്പുണ്ട്, ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. ഇത് നമുക്ക്
പിന്നെ പറിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടേക്കുവാണ്. പിന്നെ ഇപ്പം ചെറിയ കുമ്പളങ്ങ ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ടോ, ചെറുത് ആയി വരുന്നുണ്ട്. ഇപ്പോൾ 1-2 അവിടെ ഇവിടെയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര എണ്ണം ശാശ്വതമായി കിട്ടുമെന്ന് നമുക്കറിയില്ല. ഇപ്പം ഇതിങ്ങനെ കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കുകയൊന്നും വേണ്ട ഇത് കിട്ടുമെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആയി കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുത്തി ഈച്ച വന്ന് കുത്തിയിട്ട് ഈച്ച വന്ന് കുത്തി ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പശ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. ഒഴുകിയിട്ട് 2-3 ദിവസം അങ്ങനെ ഒഴുകി. ഞാനിട്ട് അത് തുടച്ച് കളഞ്ഞു. വീണ്ടും ഇത് എനിക്ക് വലിപ്പം വയ്ക്കുന്നതെന്ന് തോന്നിയുകൊണ്ട് ഞാനിത് മൂടിയിട്ടതാണ്. കാരണം ഒരു ഭാഗമെങ്കിലും നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂടിയിട്ടേക്കുക. അപ്പോൾ അത് ഇതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് വലുതായി കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കിട്ടുമെന്നുള്ളതിനെ പറ്റി യാതൊരു ഇതുമില്ല. പുറകുവശത്ത് എല്ലാം നെറ്റിൻ്റെ പുറത്ത് ഒരുപാട് പടവലങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇതൊക്കെ 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് പറിക്കാൻ പറ്റും. ഇത് വണ്ണം വയ്ക്കുന്ന ടൈപ്പല്ല, ഇത് നീളന. പക്ഷേ മറ്റേ ഉണ്ടപ്പടവലങ്ങ നല്ല വണ്ണം വയ്ക്കും, നല്ല ടേസ്റ്റ് വേണം അതിന്. അപ്പം അതിൻ്റെ വിത്ത് നമ്മൾ അടുത്ത പ്രാവശ്യം പാകി നോക്കും, കിട്ടുമില്ലോ നമുക്ക് വിചാരിക്കും. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ നട്ടതിൽ നമ്മുടെ ഗീയ ഇത് കണ്ടോ, ഗീയുടെ പെൺപൂവാണ് ഇത് കണ്ടോ, കായോട് കൂടി വരുന്നത്. ഗീയ എന്ന് പറഞ്ഞാൽ ലോക്കിയില്ലേ, നമ്മുടെ ചൊരയ്ക്കാന്ന് പറയും നാട്ടിൽ. അതിൻ്റെ പെൺപൂ ഇപ്പോൾ വീഴാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് ഈ പടർന്ന് കയറിയിരിക്കുന്ന മുഴുവൻ അതാണ്. അപ്പോൾ അത് ഉണ്ടായി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഈ വയലറ്റ് മുളകാണിത്. നമ്മുടെ ഈ മുളക് വയലറ്റ് കാന്താരിയുടെ തൈയാണിത് കണ്ടോ, വയലറ്റ് മുളകാണിത്. തണ്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വയലറ്റ് ആണെന്ന്. പിന്നെ നമുക്ക് പറയാം നമ്മുടെ ചേനയുടെ തണ്ട്, നമുക്ക് ചേനയുടെ തണ്ട് കണ്ടു. അതേ ചേന നമ്മൾ ഈ തണ്ട് മുറിക്കാതെ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് വേറെ ഒരു പൂമ്പും കൂടെ വരുവാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ചേനത്തണ്ട് മുറിച്ചെടുക്കണമെന്നാണ് എന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഇത് താഴെ നിന്ന് വേറൊരു മുളക് പൊട്ടി. അപ്പോൾ ഇനി ഇത് മുറിച്ചെടുക്കണമെന്നാണ് ഇതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരണം അറിയാവുന്നവർ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വാഴ നന്നായി വരുന്നുണ്ട്. നമ്മൾ 2 ചാക്ക് മണ്ണും കൂടെ നമ്മുടെ ഡ്രമ്മിൽ ഇടിയിപ്പിച്ചു. കണ്ടോ, നമ്മുടെ ചെങ്കതളി വാഴ അത് നന്നായിട്ട് കൂമ്പൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു കുമ്പളങ്ങ കിടപ്പുണ്ട്, കറുത്ത കവർന്നത്തൊരു കുമ്പളങ്ങ ഉണ്ട് കുഞ്ഞത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരുമ്പോൾ കാണാം. അപ്പം എല്ലാവർക്കും നമസ്കാരം.